ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസൈൻ ഓഫ് ട്രിക്ലിംഗ് ഫിൽറ്റർ ആണ് ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഡിസൈൻ എ suitable dimension of a circular trickling filter unit for treating 5 mld sewage. BOD of sewage is 150 mg per liter. Also design suitable dimension for its rotary distribution system as well as the under drainage system. അപ്പോൾ ഇങ്ങനെ ഒരു ജനറൽ ക്വസ്റ്റ്യൻ വേർ സീവേജ് ലോഡും സീവേജ് ക്വാണ്ടിറ്റിയും ലോഡ് ഓഫ് BODയും മാത്രം തന്നിട്ട് ഡിസൈൻ ചെയ്യാൻ പറഞ്ഞാൽ ആവശ്യമുള്ളിടത്ത് ബാക്കിയുള്ള അസംഷൻസ് ഒക്കെ നമ്മൾ ചെയ്യേണ്ടി വരും. ഓക്കെ, സോ ലെറ്റ് us see how to design a trickling filter. അപ്പോൾ ഒരു ട്രിക്ലിംഗ് ഫിൽറ്റർ നിങ്ങൾക്ക് അറിയാം എങ്ങനെയിരിക്കും. ഇറ്റ് ക്യാൻ ബി ഐദർ എ റെക്ടാംഗുലർ ഓർ സർക്കുലർ ട്രിക്ലിംഗ് ഫിൽറ്റർ. അപ്പോൾ ഇവിടെ നമുക്ക് ഡിസൈൻ ചെയ്യാനുള്ള ഒരു സർക്കുലർ ട്രിക്ലിംഗ് ഫിൽറ്റർ ആയതുകൊണ്ട് തന്നെ ഏറ്റവും ആദ്യം നമുക്ക് ഈ ടാങ്കിന്റെ സൈസ് ഡിറ്റർമിൻ ചെയ്യണം. ടാങ്കിന്റെ സൈസ് ഡിറ്റർമിൻ ചെയ്യണമെങ്കിൽ ഏറ്റവും ആദ്യം വോളിയം ഓഫ് ടാങ്ക് കണ്ടുപിടിക്കണം, അതിനുശേഷം സർഫസ് ഏരിയ കണ്ടുപിടിക്കണം, അതിനുശേഷം അതിന്റെ diameter of the tank കണ്ടുപിടിക്കണം. So that is the first case. We have to find out the diameter of this tank. Okay, അപ്പോൾ വോളിയം കിട്ടി, ഡയമീറ്റർ കിട്ടി കഴിഞ്ഞാൽ അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ റോട്ടറി ഡിസ്ട്രിബ്യൂഷൻ ഡിസൈൻ ആണ്. റോട്ടറി ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്റെ ഡിസൈനിൽ നമുക്ക് മെയിൻ ആയിട്ട് ഏറ്റവും ആദ്യം കണ്ടുപിടിക്കേണ്ടത് ഇൻലെറ്റ് ഇൻഫ്ലുവൻസ് സീവേജ് പൈപ്പ് ലൈനിന്റെ ഡയമീറ്റർ, അതായത് ഈ സെൻട്രൽ കോളം സെൻട്രൽ ലൈനിലൂടെ വരുന്ന സെൻട്രൽ ഇൻലെറ്റ് പൈപ്പിന്റെ ഡയമീറ്റർ കണ്ടുപിടിക്കണം. ഓക്കെ, ഇൻ അഡീഷൻ ടു ദാറ്റ് ഇതേ റോട്ടറി ഡിസ്ട്രിബ്യൂട്ടറിൽ തന്നെ നമുക്ക് ആംസിന്റെ ഡിസൈനും ചെയ്യണം, ഓറിഫൈസിന്റെ ഡിസൈനും ചെയ്യണം. അതായത് നമുക്ക് ഇവിടെ ഇപ്പം ഈ ഒരു ഫിഗറിൽ എത്ര ആംസ് കാണുന്നുണ്ട്? നമുക്ക് 2 ആംസ് കാണുന്നുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് എത്ര ആംസ് ആ ഫിൽറ്റർ മീഡിയയിൽ വേണം എന്നുള്ളത് ഡിസൈൻ ചെയ്യണം. ഈ ഓരോന്നിന്റെ ആം ലെങ്ത് എത്രയാണെന്ന് ഡിസൈഡ് ചെയ്യണം. എത്ര ഓറിഫൈസ് കൊടുക്കണം ഡിസൈഡ് ചെയ്യണം. ഈ ഓറിഫൈസിൽ കൂടെ വരുന്ന ഡിസ്ചാർജ് എത്രയാണെന്ന് ഡിസൈഡ് ചെയ്യണം. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ കേസ് ഓഫ് സ്റ്റെപ്പ് 3 ആൻഡ് സ്റ്റെപ്പ് 4 ആൻഡ് ലാസ്റ്റ് ഇസ് ദ കേസ് ഓഫ് ഡിസൈൻ ഓഫ് അണ്ടർ ഡ്രെയിനേജ് സിസ്റ്റം. അപ്പോൾ ഇതെല്ലാം ഓരോന്ന് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഏറ്റവും ആദ്യം ഡിസൈൻ ഓഫ് സർക്കുലേഷൻ ഓർ ടാങ്ക്. ഒരു സർക്കുലർ ടാങ്കിന്റെ ഡിസൈൻ ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും മെയിൻ ആയിട്ട് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് ഡയമീറ്റർ ആണ്. ഓക്കെ, ഡയമീറ്റർ ഓഫ് ദാറ്റ് സർക്കുലർ ടാങ്ക്. അപ്പോൾ ഡയമീറ്റർ കണ്ടുപിടിക്കണമെങ്കിൽ ഏറ്റവും ആദ്യം നമുക്ക് വോളിയം ഓഫ് ഫിൽറ്റർ കിട്ടണം. വോളിയം ഓഫ് ഫിൽറ്റർ കിട്ടണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമുക്ക് തന്ന ഡീറ്റെയിൽസിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. നമുക്ക് ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് സീവേജും തന്നിട്ടുണ്ട്, BOD ഓഫ് സീവേജും തന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് നമ്മൾ ടോട്ടൽ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ടോട്ടൽ വോളിയം ഓഫ് ഫിൽറ്റർ കണ്ടുപിടിക്കണം. പക്ഷെ ഇവിടെ യൂസ് ചെയ്യേണ്ട ഒരു അസംഷൻ ഉണ്ട്. ഓർഗാനിക് ലോഡിംഗ് റേറ്റ് എത്രയാണ് നമ്മൾ ഒരു ലോ റേറ്റ് ട്രിക്ലിംഗ് ഫിൽറ്റർ നമുക്കറിയാം. ആ വാല്യൂ എടുത്തതിന് ശേഷം വേണം വോളിയം ഓഫ് ഫിൽറ്റർ കണ്ടുപിടിക്കാൻ. അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഏറ്റവും ആദ്യം what is the total quantity of sewage that should be treated? We know that it is 5 ml per day, right? അപ്പോൾ 5 million liter per day. അപ്പോൾ മില്യൺ ലിറ്ററിൽ മില്യൺ നമ്മൾ മാറ്റിക്കൊള്ളുക, 5 × 10⁻⁶ എടുക്കാം. ഓക്കെ, അതിനുശേഷം BOD ഓഫ് സീവേജ് പെർ ലിറ്റർ എത്രയും തന്നിട്ടുണ്ട്, 150 milligram ആണ്. അതിനെ ഞാൻ ഫോർ ഈസിനെസ് ഐ ഹാവ് കൺവേർട്ടഡ് ഇൻ ടു kilogram per liter. Okay, so 150 into milli 10⁻⁻3 again to make it to kilogram into 10⁻⁻3. അപ്പോൾ ഇത്തരത്തിൽ ഒരു ലിറ്ററിന്റെ വിത്ത് റെസ്പെക്ട് ടു 1 ലിറ്റർ what is the BOD for 5 day is given as 150 milliliter. നമുക്ക് എത്ര ലിറ്റേഴ്സ് ഉണ്ട്? 5 million liters ഉണ്ട്. So the total sewage, okay, total BOD of sewage will be equal to, അത് നമ്മളൊന്ന് കണ്ടുപിടിക്കുക. So total BOD present in the sewage to be treated per day will be equal to 5 into 10⁻⁶ into 150 into 10⁻⁻3 into 10⁻⁻3. So this will be equal to 750 kilogram per day. Now assume the organic loading rate. എത്ര നമുക്ക് assume ചെയ്യാന്നുള്ളത് നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ സ്റ്റാൻഡേർഡ് ലോ റേറ്റ് ട്രിക്ലിംഗ് ഫിൽറ്റർ പറഞ്ഞിട്ടുണ്ട്. സെയിം വാല്യൂ, ഒരു റേഞ്ച് ഓഫ് വാല്യൂവിൽ നമ്മൾ ഒരു പെർട്ടിക്കുലർ വാല്യൂ എടുക്കുന്നു. So assume an organic loading rate of 0.15 kilogram per meter cube per day. Okay, so ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാം? ടോട്ടൽ വോളിയം ഓഫ് ഫിൽറ്റർ കണ്ടുപിടിക്കുക. Therefore the volume of filter will be equal to total BOD present in sewage divided by organic loading rate. Okay, so this will be equal to 750 divided by 0.15. So this will be equal to 5000 meter cube. So this is the volume of filter tank. Okay, ഇത്രയും വാട്ടർ ആണ് അല്ലെങ്കിൽ ഇത്രയും സീവേജ് ആണ് പെർ ഡേ ആ ടാങ്കിന്റെ അകത്തേക്ക് ട്രീറ്റ് ചെയ്യാൻ വരിക. So now you have to find out the
surface area of the tank. അതിനു വേണ്ടി നമ്മൾ depth of tank, let the depth of tank be 2 meter. Assume that depth of tank be 2 meter. അത്തരത്തിൽ assume ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ what will be the surface area of filter? Surface area of filter will be equal to 5000 divided by 2. So this will be equal to 2500 meter square. അപ്പോൾ നമുക്ക് എത്ര ടാങ്ക്സ് യൂസ് ചെയ്യണം, അല്ലെങ്കിൽ 2500 മീറ്റർ സ്ക്വയറിനെ കൊണ്ട് ഒരു സിംഗിൾ ടാങ്ക് യൂസ് ചെയ്യാൻ പറ്റും, അത്തരത്തിലുള്ള ഡീറ്റെയിൽസിലേക്ക് നോക്കണം. അപ്പോൾ നമ്മളിവിടെ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടാങ്കിന് മാക്സിമം എത്രമാത്രം ഡയമീറ്റർ എടുക്കാൻ പറ്റും ആ രീതിയിൽ നമ്മളിവിടെ എടുക്കാൻ പോവാണ്. സോ അസ്യൂം ദാറ്റ് ഡയമീറ്റർ ഓഫ് ദ ടാങ്ക് ബി 40 meter. Okay, assume diameter of tank be 40 meter. In that case, the number of filter units required will be equal to നമുക്ക് ടോട്ടൽ സർഫസ് ഏരിയ എത്രയാണെന്ന് അറിയാം, 2500 എന്നറിയാം. ഒരു ടാങ്കിന്റെ ഏരിയ എത്രയായിരിക്കും, 5/4 d square ആയിരിക്കും അല്ലേ. സോ സർഫസ് ഏരിയ വൺ ടാങ്ക് വിൽ ബി 5/4 into 40 square. Okay, so this will be equal to 2500 divided by 5/4 d square. This will be equal to 2 numbers. Number of filter units required will be equal to 2 numbers. Now നമ്മൾ ഈ ചെയ്തിരിക്കുന്നത് ശരിയാണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി we have to check the hydraulic loading. So for this, first we will assume the check for hydraulic loading. Okay, check for hydraulic loading. So for this one, first let us assume hydraulic loading rate. Let the hydraulic loading rate be 25 million liters. Okay, so using this detail again calculate the surface area required. ഈ ഒരു hydraulic loading rate ൽ നമുക്ക് വേണ്ട surface area എത്രയാണെന്ന് calculate ചെയ്യാം. So surface area required, this will be equal to total quantity of sewage to be treated divided by hydraulic loading rate. Okay, so this will be equal to 5 into 10 power 6 divided by 25 into 10 power 6 into per hectare, so into 10 power 4. So this will be equal to 2000. Okay, അപ്പോൾ നമുക്ക് ആവശ്യമുള്ള മിനിമം ഏരിയ എത്രയാണ്, 2000 ആണ് സർഫസ് ഏരിയ. പക്ഷെ നമ്മൾ എത്ര കൊടുക്കുന്നുണ്ട്, 2500 ഉണ്ട് അല്ലേ. സോ ദിസ് ഇസ് ലെസ് ദാൻ 2500 മീറ്റർ സ്ക്വയർ. സോ ഹെൻസ് our design of 2500 meter square is safe. Okay, നമുക്ക് ഈ ഡിസൈൻ വെച്ചിട്ട് തന്നെ നമ്മുടെ ഫിൽറ്ററിംഗ് മീഡിയ ട്രിക്ലിംഗ് ഫിൽറ്റർ ഡിസൈൻ ചെയ്ത് പോകാൻ പറ്റും. ഇനി സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് പോവാം, ഡിസൈൻ ഓഫ് റോട്ടറി ഡിസ്ട്രിബ്യൂട്ടേഴ്സ്. സോ റോട്ടറി ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ സെൻട്രൽ കോളം ഡിസൈൻ ചെയ്തു. ഇനി ഈ സെൻട്രൽ കോളത്തിലേക്കൂടെ വരുന്ന വാട്ടർ നമ്മുടെ സർക്കുലർ ടാങ്കിന്റെ ഏറ്റവും സെൻട്രൽ പോർഷനിലേക്കാണ് ഇൻലെറ്റ് ഇൻഫ്ലുവൻസ് സീവേജ് വരിക. ഇത് ഈ എൻറ്റയർ സർഫസ് ഏരിയയിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ്. ഓക്കെ, അപ്പോൾ ഈ ഡിസ്ട്രിബ്യൂട്ടേഴ്സിൻ്റെ ഡീറ്റെയിൽസിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. ഓക്കെ, അപ്പോൾ സെൻട്രൽ ലൈനിലേക്കൂടെ വേണം എന്ത് ചെയ്യാൻ, ഇൻഫ്ലുവൻസ് സീവേജ് വരാം. അപ്പോൾ ഈ ഇൻഫ്ലുവൻസ് സീവേജ് വരുന്ന ഈ സെൻട്രൽ കോളത്തിൻ്റെ ഡയമീറ്റർ ആണ് ഏറ്റവും ആദ്യം നമ്മൾ ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് സീവേജ് ടു ബി ട്രീറ്റഡ് എത്രയാണ്, 5 mld ആണ്. അത് നമ്മുടെ ആവറേജ് ഫ്ലോ ആണ്. പക്ഷെ എപ്പോഴും നമ്മൾ പീക്ക് ഫ്ലോയിനെയും കൂടി കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ ചെയ്യാൻ. അപ്പോൾ പീക്ക് ഫ്ലോ, ലെറ്റ് ദ പീക്ക് ഫ്ലോ ബി 2.25 ടൈംസ് ദി ആവറേജ് ഫ്ലോ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പീക്ക് ഫ്ലോ 2.25 ടൈംസ് ആണെങ്കിൽ 2.25 into 5 mld ആണ് വരിക അല്ലേ. സോ ദിസ് വിൽ ബി ഈക്വൽ ടു 11.25 into 10 power 6 liters per day. ഓക്കെ, സോ ഇത് എന്ത് ചെയ്യുക, നമ്മൾ ഇൻ ടേംസ് ഓഫ് മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് ഓർ ക്യൂമെക്സിലേക്ക് മാറ്റുവാണെങ്കിൽ 11.25 into 10 power 6 ലിറ്ററിനെ മീറ്റർ ക്യൂബിലേക്ക് മാറ്റുമ്പോൾ ഡിവൈഡഡ് ബൈ 10 power 3
ഡേനെ സെക്കൻഡ്സിലോട്ട് മാറ്റുമ്പോൾ 24 into 60 into 60 മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് 0.13 meter cube per second കിട്ടും. So the peak flow, peak, okay, this is equal to 0.13 meter cube per second. ഇതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ 5 ml ഇത് പീക്ക് ഫ്ലോവിൻ്റെ കേസിലാണ്. ഓക്കെ, ഇനി നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ പീക്ക് ഫ്ലോ വെച്ചിട്ട് ഡയമീറ്റർ ഓഫ് സെൻട്രൽ കോളം ഡിസൈൻ ചെയ്യാൻ പോവുകയാണ്. കാരണം ആ സെൻട്രൽ പൈപ്പിൽ കൂടെ വരാൻ പോകുന്ന മാക്സിമം ഫ്ലോ എത്രയാണ്, 0.3 meter cube per second ആണ്. അപ്പോൾ ഒരു സെൻട്രൽ കോളത്തിലേക്കൂടെ നമുക്ക് വരാൻ പോകുന്ന പീക്ക് ഫ്ലോയുടെ സമയത്തുള്ള മാക്സിമം വെലോസിറ്റി ഇറ്റ് ഷുഡ് നോട്ട് ബി ഗ്രേറ്റർ ദാൻ 2 meter per second. Can be up to maximum 2 meter per second ആണ്. ഓക്കെ, സോ ഐ എം ഗോയിങ് ടു യൂസ് ദിസ് ഡീറ്റെയിൽ. അതൊക്കെ മാക്സിമം വെലോസിറ്റി നമുക്ക് എത്ര എടുക്കാം, 2 meter per second വരും. സോ ലെറ്റ് ദ വെലോസിറ്റി at peak flow, okay, so let it be equal to 2 meter per second. Assume that the velocity is 2 meter per second. ഇത്രേ പറ്റുള്ളൂ. Okay, so if this is the case, if this is the velocity, നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, ഡയമീറ്റർ കണ്ടുപിടിക്കാം. ഡയമീറ്റർ എങ്ങനെ കണ്ടുപിടിക്കാം, you can use this equation, discharge is equal to area into velocity, where area will be equal to Q by V. What is area? Area is pi by 4 d square. അതിൽ നിന്ന് നമുക്ക് d calculate ചെയ്യാൻ പറ്റും, diameter of central column. So let us find out the diameter of central column. Okay, so diameter of central column. So this will be equal to, okay, discharge. What is discharge? ഇത് ഒരു യൂണിറ്റിലേക്കൂടെ വരുന്ന ഡിസ്ചാർജ് ആണോ, അല്ല, ഇതാണ് നമ്മൾ ടോട്ടൽ ഡിസ്ചാർജ്. നമുക്കിങ്ങനെ 2 യൂണിറ്റ് ഉണ്ട്. സോ ഇൻ ഈച്ച് യൂണിറ്റ് അതിൻ്റെ നേരെ പകുതിയായിരിക്കും. ഈച്ച് യൂണിറ്റിലേക്ക് എത്രയായിരിക്കും ഡിസ്ചാർജ്, 0.13 divided by 2. സോ ദാറ്റ് വിൽ ബി 0.065. ഓക്കെ, ഡിസ്ചാർജ് ത്രൂ ഈച്ച് യൂണിറ്റ് വിൽ ബി 0.065 meter cube per second. ആ ഡിസ്ചാർജ് ആണ് ഇവിടെ എടുക്കേണ്ടത്. സോ 0.065 divided by velocity into 4 by pi. So into 4 by pi, d square ഒഴിവാക്കാൻ വേണ്ടി square root. So this is diameter of central column. So this will be equal to 0.2 meter. So for the design, the central column should be having a diameter of 0.2 meter. Okay, ഇനി ഈ ചെയ്തിരിക്കുന്നത് ശരിയാണോ എന്ന് അറിയണമെങ്കിൽ നമ്മൾ ഇവിടെ വീണ്ടും ഒരു ചെക്ക് ചെയ്യാണ്ട്, ആവറേജ് ഫ്ലോയുടെ സമയത്ത് ഇവിടെ വരാൻ പോകുന്ന വെലോസിറ്റി ഇറ്റ് ഷുഡ് നോട്ട് ഗോ ലെസ് ദാൻ 1 meter per second. ഇറ്റ് ഷുഡ് ബി ഓൾവേസ് എബവ് 1 meter per second. അങ്ങനെയാണ് ഈ തന്നിരിക്കുന്ന ഡയമീറ്റർ പ്രകാരം ആവറേജ് ഫ്ലോയിൽ നമ്മുടെ വെലോസിറ്റി 1 meter per second മുകളിലാണോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പം വെലോസിറ്റി അറ്റ് ആവറേജ് ഫ്ലോ 1 meter per second ആവണമെങ്കിൽ ഫസ്റ്റ് ലെറ്റസ് ചെക്ക്. നമ്മൾ എടുക്കാൻ പോകുന്ന ഡയമീറ്റർ 2 meter ആണ്, 0.2 meter ആണ്. നമ്മുടെ ആവറേജ് ഫ്ലോ എത്രയാണ്, 5 million liters per day ആണ്, റൈറ്റ്. അത് വെച്ചിട്ട് നമ്മൾ വീണ്ടും വെലോസിറ്റി ഈ ഒരു ഡയമീറ്ററിന് ഈ ഒരു ഡിസ്ചാർജ് ആവറേജ് ഫ്ലോ ആണ് പോകുന്നതെങ്കിൽ വാട്ട് വിൽ ബി ദ വെലോസിറ്റി എന്ന് ചെക്ക് ചെയ്യാൻ പോവാണ്. ഓക്കെ, സോ വെലോസിറ്റി അറ്റ് ഫോർ d equal to 0.2 meter at average flow. At average flow, velocity is equal to Q by E ആണ്. Q എത്രയാണ്, Q നമുക്കറിയാം. what is Q? Q is equal to 5 mld ആണ്. അത് ഒരു യൂണിറ്റിലേക്ക് വരുമ്പോൾ 5/2 ആണ്. 5/2 എന്ന് പറയുമ്പോഴേക്കും 2.5 ആണ്. ഓക്കെ, 2.5 million liters per day ആണ്, റൈറ്റ്. ഇതിനെ മീറ്റർ ക്യൂബ് പെർ സെക്കൻഡിലേക്ക് മാറ്റി കഴിഞ്ഞാൽ 0.029 meter cube per second ആണ് ഉണ്ടാവുക. ഓക്കെ, ആവറേജ് ഫ്ലോ ത്രൂ ഈച്ച് യൂണിറ്റ് എത്രയാണ്, 0.029 meter cube per second ആണ്. അതിവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. സോ ദിസ് വിൽ ബി ഈക്വൽ ടു 0.029 divided by pi by 4 d square. d square is 0.2. Okay, so if you calculate it, you will get the answer as 0.92 meter per second. Velocity should be greater than 1 meter per second, right? പക്ഷെ നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് എത്രയാണ്, 0.92 meter per second ആണ്. അതുകൊണ്ട് തന്നെ ഈ റീഡിസൈൻ ചെയ്യണം. സോ ലെറ്റ് ദിസ് ഡയമീറ്റർ ബി റീഅറേഞ്ച്ഡ്. നമുക്ക് 0.9 എന്തായിരിക്കണം, ശരിക്കും 1 meter per second ആണ്. അപ്പോൾ ചെറിയൊരു വേരിയേഷനേ ഉള്ളൂ. സോ ലെറ്റ് ദിസ് ഡയമീറ്റർ ബി, ദ ന്യൂ ഡയമീറ്റർ ബി 0.19 meter. Okay, again check the velocity. നമുക്ക് 1 meter per second അധികമായിരിക്കണം. So if you check the velocity will be equal to 0.029 divided by pi by 4 d square. d square is 0.19 square, right? So this will be giving you answer of 1.023 meter per second. Okay,
Obviously this is greater than 1 meter per second, so you can use this diameter as diameter of the central column. So central column will be having a diameter of 0.9 meter, 0.19 meter. Okay, ഇനി ഈ സെൻട്രൽ ഡയമീറ്ററിലേക്ക് ഈ 0.19 മീറ്ററിലേക്കുള്ള റോട്ടർ എന്ത് ചെയ്യണം, നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. ഡിസ്ട്രിബ്യൂട്ടിങ് യൂസിങ് ആംസ്. ആ ആംസ് എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ സെൻട്രൽ കോളത്തിന്റെ ഡയമീറ്റർ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ സെൻട്രൽ കോളത്തിലേക്കൂടെ വരുന്ന വാട്ടർ ഇനി എന്ത് ചെയ്യണം, എൻറ്റയർ ഫിൽറ്റർ മീഡിയയിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഫിഗറിൽ നോക്കുക, നമ്മളിവിടെ 4 ആംസ് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, സോ ലൈക്ക് ദിസ് ഫോർ അവർ ഡിസൈൻ ആൾസോ വി ആർ യൂസിങ് റോട്ടറി സ്പ്രേ ടൈപ്പ് ഡിസ്ട്രിബ്യൂട്ടർ വിത്ത് 4 ആംസ്. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ 4 ആംസ് വെച്ചിട്ടുള്ള ഒരു ഡിസൈനിലേക്കാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, സോ ഡിസ്ചാർജ് പെർ 4 ആംസ്, discharge per 4 arms will be equal to 0.065 divided by 4, that will be equal to 0.016 meter cube per second. ഒരു യൂണിറ്റിലേക്ക് വരുന്ന ഡിസ്ചാർജ് ആണ് 0.065, സോ ഡിവൈഡഡ് ബൈ 4 വിൽ ഗിവ് യു 0.016 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്. അതായത് 4 റോട്ടറിയിലേക്കും ഓരോ ആമിലേക്കും വരുന്ന ഡിസ്ചാർജ് എത്രയാണ്, 0.016 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്. ഇനി നമുക്കറിയാം ഈ എൻറ്റയർ സർക്കുലർ ടാങ്കിന്റെ ഡയമീറ്റർ എത്രയാണ്, 40 മീറ്റർ ആണ്. ഡയമീറ്റർ ഓഫ് സെൻട്രൽ കോളം എത്രയാണ്, 0.19 മീറ്റർ ആണ്. ഓക്കെ, ഇത് കൂടാതെ ഈ 0.19 മീറ്റർ കൂടാതെ നമ്മൾ ഈ സെൻട്രൽ പോർഷനിൽ സെൻട്രൽ പൈപ്പിനും കുറച്ച് അലവൻസ് കീപ്പ് ചെയ്യും, അതേസമയം ഇതിന്റെ എക്സ്റ്റീരിയർ പോർഷനിലും കുറച്ച് അലവൻസ് കീപ്പ് ചെയ്യും. സോ ഇൻ ടോട്ടൽ നമ്മൾ മൊത്തത്തിൽ ഈ സെൻട്രൽ പോർഷനിലും എക്സ്ട്രാ പോർഷൻ കൊടുക്കുന്നതും ഔട്ടർ പോർഷനിലും എക്സ്ട്രാ കൊടുക്കുന്നതും നോക്കിയിട്ട് ഏകദേശം ഒരു 2 മീറ്റർ ഔട്ട് ഓഫ് ദിസ് 40 മീറ്റർ ഒരു 2 മീറ്റർ എക്സ്ട്രാ അലവൻസ് ഇൻക്ലൂഡിങ് സെൻട്രൽ കോളം ആണ്. സെൻട്രൽ കോളം വരുന്നത് 0.19, അതിന്റെ കൂടെ ഒരു 0.1 കൂടി എക്സ്ട്രാ അവിടെ കൊടുത്തിട്ടുണ്ടാവും. അതുകൂടാതെ ബാക്കി ഒരു 1.7 അറൗണ്ട് ഔട്ടർ എക്സ്റ്റീരിയറിൽ രണ്ട് സൈഡിലായിട്ടും നമ്മൾ അലവൻസ് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു 2 മീറ്റർ എക്സ്ട്രാ അലവൻസ് കൊടുത്തിട്ട് റിമൈനിങ് പോർഷൻസ് മാത്രമായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ആം ലെങ്ത് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. സോ ദ ആം ലെങ്ത് വിൽ ബി ഈക്വൽ ടു 40 മൈനസ് 2 മീറ്റർ. ഓക്കെ, ഡിവൈഡഡ് ബൈ 2, രണ്ട് സൈഡിലേക്കും പോകുന്നതുകൊണ്ട് ഡിവൈഡഡ് ബൈ 2, സോ ദിസ് വിൽ ബി ഈക്വൽ ടു 19 മീറ്റർ. ആം ലെങ്ത് വിൽ ബി ഈക്വൽ ടു 19 മീറ്റർ. ഇനി ഈ ആം ലെങ്ത് നമ്മൾ എങ്ങനെ എടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഇവിടെ നോക്കുവാണെങ്കിൽ നമ്മുടെ ഈ ഒരു ഫിഗറിൽ ഇത്രയും പോർഷൻ ആണ് നമ്മുടെ 19 മീറ്റർ. ഇനി നമ്മൾ ഇതിനെ ഈ 19 മീറ്ററിന് 3 സെക്ഷൻ ആയിട്ട് ഡിവൈഡ് ചെയ്യണം. കാരണം ഉണ്ട്, നമ്മൾ സപ്പോസ് ഈ ഒരു പോർഷൻ ഇവിടെ അതായത് 6 + 6 + 7 will be equal to 19 meter. ആ എൻറ്റയർ ലെങ്ത്തിനെ 3 ലെങ്ത് ആയിട്ട് കട്ട് ചെയ്തു, 6, 6, 7. ഇങ്ങനെ ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സീ ദ ഫസ്റ്റ് സെക്ഷൻ, ഇത്ര ഒരു പോർഷൻ ചെക്ക് ചെയ്താൽ ഇത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഏരിയ അല്ലെങ്കിൽ ഇത് ഫീഡ് ചെയ്യേണ്ട ഏരിയ എത്രയാണ്, ഇത്രയും പോർഷനാണ്. ഓക്കെ, സോ ഇറ്റ് ഹാസ് എ ലെസ്സർ ഏരിയ. നേരെ മറിച്ച് ഇത് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ട ഏരിയ എത്രയാണ്, ഇത്രയും വൈഡ് ഏരിയ ഉണ്ട്. Okay, and the last 7 meter has to hold this much area. അപ്പോൾ ഈ ഏരിയ അനുസരിച്ച് നമ്മുടെ എല്ലാ വാട്ടർ പാർട്ടിക്കിൾസ് എവിടുന്നാണ് വരുന്നത്, വാട്ടർ ഡ്രോപ്പ് ഇത് വരുന്നത് ഇൻലെറ്റ് സെൻട്രൽ കോളത്തു നിന്നാണ് അല്ലേ. അപ്പോൾ ഈ സെൻട്രൽ കോളത്തു നിന്ന് വരുമ്പോഴും ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. എന്ന് പറയുമ്പോൾ ഓരോ പോർഷനിൽ വരുന്ന ഇവിടെയുള്ള ഓറിഫൈസ് ആയാലും ഇവിടെയുള്ള ഓറിഫൈസ് ആയാലും സെയിം വെലോസിറ്റി കീപ്പ് ചെയ്യണം. അപ്പോൾ സെയിം വെലോസിറ്റി കീപ്പ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും, this portion of first portion should be having a larger area or larger diameter. Okay, ഇവിടെയുള്ള സെക്ഷനിൽ larger diameter ആയിരിക്കും. Compared to this one, this will be having lesser diameter, and compared to this one, again lesser diameter will be over here, so that diameter കുറയുന്നതിനനുസരിച്ച് വെലോസിറ്റി നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും. ഇവിടെ വരുന്ന ഡിസ്ചാർജ് ഏറ്റവും കൂടുതൽ ഡിസ്ചാർജ് ഇവിടെ ആയിരിക്കും, അതിനനുസരിച്ച് ഇവിടെ കുറയും, അതിനനുസരിച്ച് ഇവിടെ കുറയും. അപ്പോൾ ഡിസ്ചാർജ് കുറയുന്നതനുസരിച്ച് ഏരിയ നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഓട്ടോമാറ്റിക്കലി എല്ലാ പ്ലേസിലും സെയിം വെലോസിറ്റി നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ ആ എൻറ്റയർ സെക്ഷന് 19 മീറ്ററിന് വി ആർ ഗോയിങ് ടു സ്പ്ലിറ്റ് ഇറ്റ് ഇൻ ടു 3 സെക്ഷൻസ്. ഫസ്റ്റ് സെക്ഷൻ വിൽ ബി ഓഫ് 6 meter, second section will be of 6 meter, and last section also will be of last section will be of 7 meter. അപ്പോൾ 6 + 6 12 + 7 19 meter. അങ്ങനെ നമ്മൾ സെക്ഷൻ വൈസ് ഡിവൈഡ് ചെയ്ത് എടുത്തു. സോ നമ്മൾ എടുക്കുന്ന ആമിൻ്റെ
first two section will be of 6 meter and the last section will be of 7 meter, and the same arm, its size will be reducing from the central column towards the end. ഇനി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു 2 മീറ്റർ അലവൻസ് നമ്മൾ കൊടുത്തിട്ടുണ്ടാവും എൻ്റെ 40 മീറ്റർ, റിമൈനിങ് 19 മീറ്ററിൻ്റെ ഒരു ആം ലെങ്ത്തും ഉണ്ടാവുള്ളൂ. ആ 2 മീറ്ററിൽ ഏകദേശം ഒരു 0.3, നമുക്കറിയാം 0.19 മീറ്റർ എന്ത് ചെയ്യും, ഈ സർക്കുലർ സെൻട്രൽ കോളത്തിന് തന്നെയാണെന്നറിയാം. അവിടെ നമ്മൾ ഒരു അലവൻസ് എക്സ്ട്രാ കൊടുത്തിട്ട് ടോട്ടലി അലൗവിങ് 0.3 മീറ്റർ ഡയമീറ്റർ ഇൻ സെൻറ്റർ. സെൻറ്ററിൽ നമ്മൾ ടോട്ടലി അലൗ ചെയ്യുന്ന എക്സ്ട്രാ ലെങ്ത് അടക്കം എത്ര സ്പേസ് അവിടെ കൊടുക്കും, 0.3 മീറ്റർ ഡയമീറ്റർ വിൽ ബി ഗിവൺ ഇൻ ദിസ് സെൻറ്റർ. ബാക്കി റിമൈനിങ് 1.7 എന്ത് ചെയ്യും, ഈക്വലി രണ്ട് സൈഡിലേക്കും എക്സ്ട്രാ സ്പേസ് അറ്റ് ദ എൻഡ് അഗെയിൻ ഫോർ ഫ്ലഷിംഗ് പർപ്പസ്, അങ്ങനത്തെ എക്സ്ട്രാ ഫിറ്റിംഗ് പർപ്പസിനൊക്കെ വേണ്ടിയിട്ട് എൻഡിലേക്ക് അലവൻസ് ആയിട്ട് ഇട്ട് കൊടുക്കും. ഓക്കെ, സോ അത് വെച്ചിട്ട് ആ ഒരു 1.7 ആൻഡ് 0.3 ഒഴിവാക്കിയിട്ടുള്ള ബാക്കിയുള്ള 19 മീറ്റർ ആണ് ആം ലെങ്ത് ആയിട്ട് എടുക്കുക. ആ ആം ലെങ്ത് തന്നെ 3 സെക്ഷൻ ആയിട്ട് എടുക്കും, 6 മീറ്റർ 6 മീറ്റർ 7 മീറ്റർ. ആ ഓരോ 6 മീറ്റർ 6 മീറ്റർ 7 മീറ്ററും കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഏരിയനെ A1 A2 A3 ആയിട്ട് എടുത്തിരിക്കുന്നു. Okay, so let A1 A2 A3 be the circular filter area for each length of arm starting from the central column. So see here, this is the first 6 meter, then remaining 6 meter and last 7 meter. Okay, ഇനി ഫസ്റ്റ് 6 മീറ്ററിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഏരിയനെ A1 റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്, സെക്കൻഡ് A2 ആൻഡ് തേർഡ് വൺ A3. ഈ രീതിയിലാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ A1 എത്രയാണ് ഏരിയ എന്ന് നോക്കാം. അപ്പോൾ നമുക്കറിയാം സെൻട്രലിൽ നമ്മൾ എത്ര അലവൻസ് കൊടുത്തിട്ടുണ്ട്, 0.3 മീറ്റർ കൊടുത്തിട്ടുണ്ട്. സോ A1 വിൽ ബി ഈക്വൽ ടു പൈ R2 സ്ക്വയർ മൈനസ് R1 സ്ക്വയർ. അപ്പോൾ സെൻട്രൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് എത്രയാണ്, 0.3 ഡയമീറ്റർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 0.15 ആണ് വോട്ട് വിൽ ബി R1 വിൽ ബി ഈക്വൽ ടു 0.15. അതിനുശേഷമാണ് നമ്മൾ ഫസ്റ്റ് 6 മീറ്റർ എടുക്കുന്നത്. സോ R2 വിൽ ബി ഈക്വൽ ടു 6.15. ഓക്കെ, R2 വിൽ ബി ഈക്വൽ ടു 6.15. അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുക. ഏരിയ വിൽ ബി ഈക്വൽ ടു പൈ ഇൻറ്റു 6.15 സ്ക്വയർ മൈനസ് 0.15 സ്ക്വയർ. Okay, so this will be equal to 118.69 meter square. A1. Similarly, A2 calculate here. How A2 will be equal to pi into R2 square minus R1 square. In case R2 ഏതാണ് ഈ portion ആണ്, R1 ഏതാണ് ഈ portion ആണ്. So R2 will be equal to 6 plus 2 12 ആണ്. So 12.15 square ആണ്. കാരണം ഈ എപ്പോഴും നമ്മൾ സെൻട്രൽ കോളത്തിൽ നമ്മൾ കൊടുക്കുന്ന 0.3 മീറ്റർ ഡയമീറ്റർ അത് നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഹാഫ് റേഡിയസ് എടുക്കുമ്പോൾ 0.15 ആവും. അതെപ്പോഴും അഡീഷണലി നമ്മൾ അവിടെ കൺസിഡർ ചെയ്യണം, മൈനസ് 6.15 സ്ക്വയർ. സോ ദിസ് വിൽ ബി ഈക്വൽ ടു 344.77 മീറ്റർ സ്ക്വയർ. ഇനി അഗെയിൻ A3 കണ്ടുപിടിക്കുക. A3 വിൽ ബി ഈക്വൽ ടു പൈ ഇൻറ്റു ലാസ്റ്റ് 6 പ്ലസ് 6 പ്ലസ് 7. ഓക്കെ, 7. അപ്പോൾ ഇവിടെ എത്ര വരും നമുക്ക് ശരിക്കും, 6 പ്ലസ് 12 പ്ലസ് 7 19. അഗെയിൻ ഔട്ടർ ഡയമീറ്റർ ശരിക്കും എത്രയാണ്, 20 ആണ്. അതടക്കമാണ് നമ്മളിവിടെ എടുക്കാൻ പോകുന്നത്. കാരണം ആ കംപ്ലീറ്റ് ഏരിയ കവർ ചെയ്യുന്നു എന്നുള്ള രീതിയിലേക്ക് നമ്മൾ എന്തെടുക്കുന്നു, 20 എടുക്കുന്നു. സോ 20 സ്ക്വയർ മൈനസ് 12.15 സ്ക്വയർ. ഓക്കെ, സോ ദിസ് വിൽ ബി ഈക്വൽ ടു 792.5 മീറ്റർ സ്ക്വയർ. എങ്കിലും നമ്മൾ ടോട്ടൽ ഏരിയ കവർ ചെയ്യുന്നുണ്ട്, 40 മീറ്റർ സ്ക്വയർ കവർ ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിൽ പോകുള്ളൂ. ഈ ഔട്ടറിൽ നമ്മൾ കൊടുക്കുന്ന എക്സ്ട്രാ ഏരിയ ചില ഫിറ്റിംഗ്സിന് വേണ്ടി മാത്രം കൺസിഡർ ചെയ്യുന്നതാണ്. ഓക്കെ, സോ ദിസ് ഈസ് ദ ടോട്ടൽ ഏരിയ. ഓക്കെ, നൗ ടോട്ടൽ ഏരിയ ഓഫ് ഫിൽറ്റർ നോക്കുവാണെങ്കിൽ, ഇഫ് യു കൺസിഡർ ദ ടോട്ടൽ ഏരിയ ഓഫ് ദ ഫിൽറ്റർ ക്യാപിറ്റൽ A, ദിസ് വിൽ ബി ഈക്വൽ ടു 1256 മീറ്റർ സ്ക്വയർ. ഡയറക്ട്ലി നിങ്ങൾ പൈ ഓഫ് 20 സ്ക്വയർ മൈനസ് 0.15 സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാലും 1256 മീറ്റർ സ്ക്വയർ കിട്ടും. ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാലും 1256 മീറ്റർ സ്ക്വയർ കിട്ടും. അപ്പോൾ നിങ്ങൾ ചെയ്തത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏരിയ ഈക്വൽ ടു പൈ ഇൻറ്റു 20 സ്ക്വയർ മൈനസ് 0.15 സ്ക്വയർ തന്നെയാണോ ഇത് മൂന്നും ആഡ് ചെയ്താൽ കിട്ടുന്നതെന്നും കൂടി നോക്കിയാൽ മതി. നിങ്ങൾ ചെയ്ത കാൽക്കുലേഷൻ നിങ്ങൾക്ക് തന്നെ അവിടെ ശരിയാണെന്ന് മനസ്സിലാവും. ഓക്കെ, നൗ വി ഹാവ് ടു ടേക്ക് അ പ്രൊപ്പോർഷണൽ ഏരിയ ഓൾസോ. പ്രൊപ്പോർഷനേറ്റ് ഏരിയ എടുക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ടോട്ടൽ ഏരിയ എത്രയുണ്ട്, ആ ഏരിയയുടെ എത്ര പെർസെൻറ്റേജ് ആണ്
A1 എന്നുള്ള ഏരിയ, എത്ര പെർസെൻറ്റേജ് ആണ് A2 എന്നുള്ള ഏരിയ, എത്ര പെർസെൻറ്റേജ് ആണ് A3 എന്നുള്ള ഏരിയ എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഓരോ സെക്ഷൻ ഫസ്റ്റ് 6 മീറ്റർ, സെക്കൻഡ് 6 മീറ്റർ, തേർഡ് 7 മീറ്ററിൻ്റെ ഡയമീറ്റർ എത്രയാണ് നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രൊപ്പോർഷനേറ്റ് ഏരിയ എടുക്കുന്നത്. പ്രൊപ്പോർഷനേറ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ ഏരിയ, ഫസ്റ്റ് ഏരിയ ഡിവൈഡഡ് ബൈ ദ ടോട്ടൽ ഏരിയ, ദറ്റ് വിൽ ബി 9.45. അതായത് 9.45% ഓഫ് ഏരിയ ആണ് ഈ ഫസ്റ്റ് സെക്ഷൻ ഓഫ് റോട്ടറി ആം വാട്ടർ സ്പ്രെഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഏരിയ. ടോട്ടൽ ഏരിയയുടെ 9.45% മാത്രമേ അത് എടുക്കുന്നുള്ളൂ. സെക്കൻഡ് സെക്ഷൻ ആണെങ്കിൽ ഇറ്റ് കോൺട്രിബ്യൂട്ട്സ് ഓൺലി ടു 27.45% ആൻഡ് തേർഡ് സെക്ഷൻ വിൽ ബി കോൺട്രിബ്യൂട്ടിംഗ് ദ മേജർ ഏരിയ 63.1%. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പ്രൊപ്പോർഷനേറ്റ് ഏരിയ. പ്രൊപ്പോർഷനേറ്റ് ഏരിയ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഫോർ എക്സാമ്പിൾ, ഫോർ ദ ഫസ്റ്റ് ഏരിയ ഇറ്റ് വിൽ ബി A1 by A into 100. Second area it will be A2 by A into 100. Third area it will be A3 by A into 100. അത്തരത്തിൽ ചെയ്തു കഴിഞ്ഞാൽ you can express the total proportionate area in percentage. So now ഇത് വെച്ചിട്ടാണ് നമ്മൾ ഓരോ സെക്ഷൻ്റെയും ഡയമീറ്റർ, ഫസ്റ്റ് 6 മീറ്ററിൻ്റെ ഡയമീറ്റർ, സെക്കൻഡ് 6 മീറ്ററിൻ്റെ ഡയമീറ്റർ, തേർഡ് 7 മീറ്ററിൻ്റെ ഡയമീറ്റർ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഓരോന്നിൻ്റെയും ഡിസ്ചാർജ്, ഓരോ ആമിലേക്ക്, ഈ 4 ആമിലേക്കുള്ള ഡിസ്ചാർജ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. എത്രയാണ് ഡിസ്ചാർജ് ത്രൂ ഈച്ച് ആം? ദിസ് ഈസ് ഈക്വൽ ടു 0.16 meter cube per second. ഓക്കെ, ഇതിൻ്റെ അകത്തേക്ക് ഒരു ആമിലേക്ക് വരുന്ന ഡിസ്ചാർജ് എത്രയാണ്? 0.016 meter cube per second. ഇനി നമുക്ക് ഓരോ സെക്ഷൻ്റെ ഡയമീറ്റർ എത്രയാണെന്ന് ഡിസൈൻ ചെയ്യാം. ഇനി ഈ ഓരോ ആം സെക്ഷനിലേക്കും പോകുന്ന വെലോസിറ്റി നിങ്ങൾക്ക് എത്രയായിട്ട് എടുക്കാം? 1.2 meter per second വരെ എടുക്കാം. ഓക്കെ, വെലോസിറ്റി ത്രൂ ഈച്ച് ആം ഈസ് ടേക്കൻ ആസ് 1.2 meter per second. ഈ ഓരോ ആമിലേക്കൂടെ വരുന്ന ഡിസ്ചാർജ് വെലോസിറ്റി എത്രയാണ്? ഡിസ്ചാർജ് എത്രയാണെന്ന് അറിയാം, 0.16 എന്നാണ് അറിയാം. അപ്പോൾ ഇനി ഇത് വെച്ചിട്ട് നമുക്ക് ഓരോന്നും, ഡിസ്ചാർജും നമുക്കറിയാം, വെലോസിറ്റി അറിയാമെങ്കിലും ഓരോ സെക്ഷൻ്റെ ഏരിയ നമുക്ക് കണ്ടുപിടിച്ചൂടെ? അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് വി വിൽ ഡു ദ ഡിസൈൻ ഓഫ് ഫസ്റ്റ് സെക്ഷൻ. ഓക്കെ, ഡിസൈൻ ഓഫ് ഫസ്റ്റ് സെക്ഷൻ. ആദ്യത്തെ 6 മീറ്ററിൻ്റെ സെക്ഷൻ്റെ ഡയമീറ്റർ ആണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. സോ വിത്ത് ദിസ് ഇക്വേഷൻ വി ക്യാൻ കാൽക്കുലേറ്റ് ഏരിയ. A1 is equal to 0.016 divided by 1.2. This will be equal to what? It will be equal to pi by 4 d square. Therefore, we can calculate d as square root of 0.016 divided by 1.2 into 4 by pi. Okay, this will give you answer as 0.13 meter. ചെയ്തു നോക്കാം. ഇനി അതേപോലെ ഡിസൈൻ ഓഫ് സെക്കൻഡ് സെക്ഷൻ ചെയ്യാം. ഡിസൈൻ ഓഫ് സെക്കൻഡ് സെക്ഷൻ. ഓക്കെ, സെക്കൻഡ് സെക്ഷൻ ചെയ്യുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഈ ഒരു ഡിസ്ചാർജ് 0.016 ഡിസ്ചാർജ് അവിടെ കിട്ടൂ ഇല്ല. കാരണം എന്താ? നമ്മൾ പ്രൊപ്പോർഷനേറ്റ് ഏരിയ എടുത്തിട്ടുണ്ടായിരുന്നു. പ്രൊപ്പോർഷനേറ്റ് ഏരിയ എടുത്തു കഴിഞ്ഞപ്പോൾ ടോട്ടൽ ഡിസ്ചാർജിൻ്റെ 0.016 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡിൻ്റെ 9.45% എന്ത് ചെയ്തു? ഈ ഫസ്റ്റ് ഏരിയയ്ക്ക് വേണ്ടി യൂട്ടിലൈസ് ചെയ്തു. റിമൈനിങ് 27.45 പ്ലസ് 63.1 പോർഷന് എന്ത് കിട്ടുള്ളൂ? നെക്സ്റ്റ് 6% കിട്ടുള്ളൂ. അപ്പോൾ ആ ഡിസ്ചാർജ് എത്രയാണെന്ന് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, സോ ടു കാൽക്കുലേറ്റ് ഇറ്റ്, വാട്ട് യു ഹാവ് ടു ഡു ഈസ് ഹിയർ ജസ്റ്റ് ടേക്ക് Q as Q is equal to, okay, Q is equal to 100 minus 9.45 divided by 100 into 0.016. So this will be giving you discharge for the second section as 0.0145 meter cube per second. ഇനി ഇത് വെച്ചിട്ട്, ഈ ഡിസ്ചാർജ് വെച്ചിട്ട് ഇവിടെയുള്ള ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുക. ഏരിയ, how to calculate the area? Area will be equal to 0.0145 divided by, here velocity is 1.2 meter itself. So this will give you the diameter as square root of 0.0145 divided by 1.2 into 4 by pi. Your diameter will be equal to 0.124 meter. Similarly, third section ചെയ്യുക. തേർഡ് സെക്ഷൻ്റെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആദ്യം നമ്മൾ ചെയ്യുമ്പോൾ Q കാൽക്കുലേറ്റ് ചെയ്യണം. Q എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? Q will be equal to 100 minus 9.45 again minus next proportional area. അത് എത്രയാണ്? 27.45 ആണ്. ഓക്കെ, ഡിവൈഡഡ് ബൈ 100. Okay, so this will give you a discharge, so into 0.016. So this will give you a discharge of 27.45.
Okay, then based on this calculate the diameter. You will get the diameter as 0.103 meter. അപ്പോൾ 3 സെക്ഷൻ്റെ ഡയമീറ്റർ കിട്ടി. ഒന്നാമത്തെ കേസിൻ്റെ ഡയമീറ്റർ യു ക്യാൻ സീ ഇറ്റ് ഈസ് 0.13 മീറ്റർ. രണ്ടാമത്തെ കേസിൽ ഇറ്റ് ഈസ് 0.124 മീറ്റർ ആൻഡ് മൂന്നാമത്തെ കേസിൽ 0.103 മീറ്റർ. നിങ്ങൾക്ക് കാണാൻ പറ്റും ഡിസ്ചാർജ് കുറയുന്നതിനനുസരിച്ച് ഡയമീറ്റർ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കുറയുന്നു. സോ ദാറ്റ് വി ക്യാൻ കീപ് ദ വെലോസിറ്റി ആസ് 1.2 meter per second itself. Okay, so this is how each arm will be designed. Each arm will be of 6 meter, 6 meter, 6 and 7 meter arm length with diameter 0.13, 0.124 and 0.103 meter with a velocity of 1.2 meter per second. ഇനി നമുക്ക് ഓറിഫൈസ് നെക്സ്റ്റ് സ്റ്റെപ്പ് ആണ് ഓറിഫൈസ് ഡിസൈൻ ചെയ്യണം. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഓറിഫൈസ് ഡിസൈൻ ചെയ്യുന്നതെന്ന് നോക്കാം. സോ ഇതിലേക്കൂടെ ഓരോ ആമിലേക്കൂടെ വരുന്ന ഡിസ്ചാർജ് എത്രയാണെന്ന് നമുക്കറിയാം. ലെറ്റ് മീ റൈറ്റ് ഇറ്റ് ഡൗൺ ഓവർ ഹിയർ. ഡിസ്ചാർജ് ത്രൂ ഈച്ച് ആം. സോ ദിസ് ഈസ് ഈക്വൽ ടു 0.016 meter cube per second. ഇനി ഈ ഓരോ ആമിലും നമ്മൾ n നമ്പർ ഓഫ് ഓറിഫൈസസ് ഓപ്പണിങ്സ് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഈ ഓപ്പണിങ്സിന്റെ ഡിസൈൻ ആണ് ഇനി ചെയ്യാൻ പോകുന്നത് ഓറിഫൈസിന്റെ. സോ ഈച്ച് ഓറിഫൈസ് ബി ഓഫ് 10 mm dia with coefficient of discharge as 0.65 and when closing the flow as 1.5 meter. Okay, ഇത്തരത്തിൽ എടുത്തിട്ട് നമ്മൾ ഒരു ഓറിഫൈസിൽ കൂടെ വരുന്ന ഡിസ്ചാർജ് എത്രയാണ്, സ്മോൾ ക്യൂ എത്രയാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ്. സോ ക്യൂ വിൽ ബി ഈക്വൽ ടു CD 0.65 into area pi by 4 d square. D square is 10 mm. So 10 into 10 power minus 3 square into 2 into 9.81 into 1.5. So you will get the answer as 2.768 into 10 power minus 4 meter cube per second. ഓക്കെ, ഇനി അത് ഒരു ഓറിഫൈസിലൂടെ വരുന്ന വാട്ടറാണ്. നമുക്ക് ഈ എൻറ്റയർ വാട്ടർ ഈ 0.016 meter cube per second ഈ ഒരു ആമിലേക്ക് വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു ഓറിഫൈസിലൂടെ ഇത്രയാണ് വരുന്നതെങ്കിൽ what will be the number of orifice required in each arm? So the number of orifice required in each arm will be equal to total Q divided by small q. Okay, but total Q എത്രയാണ് 0.016 ആണ്, small q 2.768 into 10 power minus 4 ആണ്. So this will give you an answer of 58 numbers. Okay, ഇനി 58 numbers നമുക്ക് ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റില്ല. നമുക്കറിയാം ഓരോ ഏരിയയും എത്രമാത്രം കോൺട്രിബ്യൂഷൻ തരുന്നുണ്ട്. ഫസ്റ്റ് സെക്ഷൻ നമുക്കറിയാം 9.45 ആണെന്നറിയാം. സെക്കൻഡ് കേസ് 27.45% ആ കോൺട്രിബ്യൂഷൻ അറിയാം. തേർഡ് സെക്ഷൻ 63.1% ഓഫ് ഏരിയ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നറിയാം. അപ്പോൾ അത് വെച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, നമ്മൾ ഈ ടോട്ടൽ നമ്പർ ഓഫ് ഓറിഫൈസ് ഇൻ ഈച്ച് സെക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ടോട്ടൽ നമ്പർ ഓഫ് ഓറിഫൈസ് ഇൻ ഫസ്റ്റ് സെക്ഷനിൽ നമുക്ക് എത്ര നമ്പർ ഓഫ് ഓറിഫൈസ് ആണ്? ഫസ്റ്റ് സെക്ഷൻ number of orifice will be equal to, നമുക്ക് ഫസ്റ്റ് സെക്ഷൻ്റെ പ്രൊപ്പോർഷനേറ്റ് ഏരിയ അറിയാം, എത്രയാണ്? 9.45 ആണ്. ഓക്കെ, സോ 9.45 into 58 divided by 100. ഓക്കെ, സോ ദിസ് വിൽ ഗിവ് യു 5 numbers. അപ്പോൾ ആദ്യത്തെ 6 മീറ്ററിൽ നമുക്ക് 5 ഓറിഫൈസ് മാത്രമേ വേണ്ടൂ. കാരണം ഈ 5 ഓറിഫൈസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 9.45% ഓഫ് ഏരിയ കവർ ചെയ്യാൻ പറ്റും. നേരെ മറിച്ച് സെക്കൻഡ് സെക്ഷനിലേക്ക് വരുമ്പോഴേക്കും നമുക്ക് ഓറിഫൈസിന്റെ നമ്പർ വിൽ ബി ഈക്വൽ ടു, ഓറിഫൈസിന്റെ അവിടെ ടോട്ടൽ പ്രൊപ്പോർഷനേറ്റ് ഏരിയ 27.45 ആണ്. സോ 27.45 divided by 100 into 58. This will give you 16 numbers. Okay, 16 numbers. And third area, the decimal number ആണ് കിട്ടുക, റൗണ്ട് ഓഫ് ചെയ്യുക. തേർഡ് സെക്ഷനിലേക്ക് വരുമ്പോൾ this will give you 37 numbers. So round off ചെയ്തിട്ട് ടോട്ടൽ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? 58 തന്നെ കിട്ടണം. So 5 plus 16 plus 37 will give you 58 numbers. Okay, so this is how ഒരു സെക്ഷനിൽ ആദ്യത്തെ 6 സെക്ഷനിൽ 5 എണ്ണം വെക്കും, രണ്ടാമത്തെ 6 മീറ്റർ സെക്ഷനിൽ 16 എണ്ണം വെക്കും, റിമൈനിങ് സെക്ഷനിൽ നമ്മൾ എത്ര എണ്ണം വെക്കണം? 37 orifices വെക്കണം. So in total we will give you
58 numbers. ഇനി ഇതെങ്ങനെ ഈക്വലി സ്പേസിംഗിൽ വെച്ചാൽ മതിയോ, അതോ ഇത് വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, എങ്ങനെയാണ് ഓരോ തമ്മിൽ ഗ്യാപ്പ് എത്രയാണെന്ന് നോക്കണം. അത് നമുക്ക് ഈസിയാണ്. ആദ്യത്തെ നമുക്കറിയാം എത്ര മീറ്റർ ആണ്, 6 മീറ്റർ ആണ് അല്ലേ. 6 മീറ്ററിൻ്റെ അകത്ത് ഫസ്റ്റ് കേസിൽ 6 മീറ്റർ ആണെന്ന് അറിയാം. 6 മീറ്ററിൻ്റെ അകത്ത് 5 ഓറിഫൈസ് എന്ന് പറയുമ്പോൾ 6/5. So this will be giving you 12, right? So 6/5, this will be giving you 1.2. So 1.2 meter center to center spacing can be given. Similarly, for the second section again, this is 6 meter, right? 6 meter section ആണ് secondൽ. അതിൽ നമുക്ക് എത്ര ഇതുണ്ട്, 16 numbers ഉണ്ട്. So 6/16. So this will give you around 0.375 meter. So ഒരു ഓറിഫൈസിന് അടുത്ത ഓറിഫൈസിലേക്ക് സെൻറ്റർ ടു സെൻറ്റർ സ്പേസിംഗ് എത്രയായിരിക്കണം, 0.375 meter per second. Similarly, third sectionൽ സെൻറ്റർ ടു സെൻറ്റർ സ്പേസിംഗ് ഓഫ് ഓറിഫൈസ് that can be given as 7/37. So this will be അടുത്തടുത്തായിരിക്കും ലാസ്റ്റ് സെക്ഷനിൽ വരിക, 0.18 meter സ്പേസിംഗ് മാത്രമേ ഉണ്ടാവുള്ളൂ. സോ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാലാണ് എല്ലാ ഏരിയയിലും ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻസ് വരിക. അപ്പോൾ ഏറ്റവും അകലെ ആയിരിക്കും ഏറ്റവും ആദ്യത്തെ സെൻട്രൽ കോളത്തിന് അടുത്തുള്ള സെക്ഷനിൽ, കാരണം അതിന് കുറച്ച് ഏരിയ കവർ ചെയ്യണ്ടു. പിന്നെ കുറച്ചും കൂടി അടുപ്പിച്ചിട്ടായിരിക്കും സെക്കൻഡ് സെക്ഷനിൽ ഉണ്ടാവുക. തേർഡ് സെക്ഷനിൽ നല്ലോണം അടുപ്പിച്ചിട്ട് മാക്സിമം ഏരിയ കവർ ചെയ്യുന്ന രീതിയിലായിരിക്കും 37 ഓറിഫൈസും അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. സോ ദിസ് ഈസ് ഹൗ ഓറിഫൈസ് ഡിസൈൻ വിൽ ബി ഒക്കറിങ്. ഇവിടെ ഓരോ ഓറിഫൈസിന്റെ ഡിസൈൻ ഡിസ്ചാർജ് എത്രയാണ് കാൽക്കുലേറ്റ് ചെയ്യുക, അങ്ങനെ എത്ര എണ്ണം വേണ്ടതെന്ന് നോക്കുക. പ്രൊപ്പോർഷനേറ്റ് ഏരിയയ്ക്ക് അനുസരിച്ച് ഓരോ സെക്ഷനിൽ എത്ര ഓറിഫൈസ് വേണ്ടതെന്ന് നോക്കുക. ആ ഓറിഫൈസ് തമ്മിലുള്ള സ്പേസിംഗ് എത്രയാണെന്ന് ഡിസൈഡ് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ചെയ്യാനുള്ളത്. ഫസ്റ്റ് പോർഷൻ ഡിസ്ചാർജ്, then number of orifices, then number of orifices in each section, then last one center to center spacing between orifice in each section. ഇത്രയും കാര്യങ്ങളാണ് ഡിസൈൻ ഓഫ് ഓറിഫൈസിൽ ചെയ്യാനുള്ളത്. ഇനി നമുക്ക് ലാസ്റ്റ് സെക്ഷനിൽ ചെയ്യാനുള്ളത് ഡിസൈൻ ഓഫ് അണ്ടർ ഡ്രെയിനേജ് സിസ്റ്റം ആണ്. അണ്ടർ ഡ്രെയിനേജ് സിസ്റ്റം ചെയ്യുമ്പോൾ നമുക്ക് അവിടെ 2 ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ ചെയ്യാനുണ്ട്. ഒന്ന് ടോട്ടൽ ഡിസ്ചാർജ് വരുന്ന റെക്ടാങ്കുലർ എഫ്ലുവൻറ്റ് ചാനൽ ഡിസൈൻ ചെയ്യാനുണ്ട്. രണ്ടാമത്തത് അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന റേഡിയൽ ലാറ്ററൽസിൻ്റെ ഡിസൈൻ ചെയ്യാനുണ്ട്. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. For designing under drainage system, first we have to design rectangular effluent channel. അതായത് പുറത്തേക്ക് വരുന്ന എല്ലാ വാട്ടറും കളക്ട് ചെയ്യുന്ന ഈ ഒരു ചാനൽ നമുക്ക് ഡിസൈൻ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇത് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ സെൻട്രൽ കോളത്തിലൂടെ ഇൻലെറ്റിലേക്കുള്ള വരുന്ന മാക്സിമം പീക്ക് ഫ്ലോ എത്രയാണെന്ന് നമുക്ക് നോക്കണം. സോ പീക്ക് ഫ്ലോ നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്ന പീക്ക് ഫ്ലോ, ഒരു സെൻട്രൽ കോളത്തിലേക്കൂടെ വരുന്ന പീക്ക് ഫ്ലോ എത്രയാണ്, 0.065 meter cube per second ആണ്. ഓക്കെ, ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ഫസ്റ്റ് പാർട്ട് റെക്ടാങ്കുലർ എഫ്ലുവൻറ്റ് ചാനലിൻ്റെ ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇപ്പോൾ റെക്ടാങ്കുലർ എഫ്ലുവൻറ്റ് ചാനലിലേക്ക് എല്ലാ റേഡിയൽസും ഈ ചാനലിലേക്കാണ് വന്ന് എൻഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ എൻഡ് ചെയ്യുന്ന ഈ ചാനലിൽ കൊടുക്കാൻ പോകുന്ന മാക്സിമം വെലോസിറ്റി ക്യാൻ ബി 1 meter per second. അപ്പോൾ നമുക്ക് ഇവിടെ വരുന്ന മാക്സിമം പോസിബിൾ ഡിസ്ചാർജ് എത്രയാണ്, പീക്ക് ഡിസ്ചാർജ് എത്രയാണ്, 0.65 meter cube per second ആണ്. ഇവിടെ കൊടുക്കാൻ പറ്റുന്ന മാക്സിമം വെലോസിറ്റി എത്രയാണ്, 1 meter per second ആണ്. അപ്പോൾ ഈ ഒരു ഡീറ്റെയിൽസ് എന്ന് വെച്ച് Q/V ഏരിയ ഓഫ് ചാനൽ നമുക്ക് എടുക്കാൻ പറ്റും. സോ ഏരിയ ഓഫ് ചാനൽ വിൽ ബി ഈക്വൽ ടു Q/V. So this will be equal to 0.65 divided by 1. So this will be equal to 0.65 meter square. ഓക്കെ, ഏരിയ കിട്ടി. ഇനി ഇതൊരു റെക്ടാങ്കുലർ ചാനലാണ് അല്ലേ. അപ്പോൾ നമുക്ക് റെക്ടാങ്കുലർ ചാനലിൻ്റെ വിഡ്ത്തും നമുക്ക് എടുക്കാം. ലെറ്റ് വിഡ്ത്ത് ബി 0.225 meter. ഓക്കെ, സോ വൺസ് വിഡ്ത്ത് 0.022 meter ആണ്, ഡെപ്ത് ഓഫ് റെക്ടാങ്കുലർ ചാനൽ എടുത്തൂടെ. ഡെപ്ത് ഓഫ് റെക്ടാങ്കുലർ ചാനൽ വിൽ ബി A/B. So this will be equal to 0.065 divided by 0.225. So this will be equal to 0.288 meter. So almost equal to 0.3 meter. So a rectangular channel of 0.225 meter width and 0.3 meter depth will be arranged. Okay. ഇനി ഇതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് സ്ലോപ്പ് ഓഫ് ദി റെക്ടാങ്കുലർ ചാനൽ, ഈ ചാനൽ എത്ര സ്ലോപ്പിലാണ് ലേ ഡൗൺ ചെയ്യേണ്ടതെന്നും കൂടി എടുക്കണം. അപ്പോൾ സ്ലോപ്പിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഇക്വേഷൻ ഏതാണ്, മാഗ്നിങ്സ് ഫോർമുല V = 1/n R⁻²/3 S⁻².
അപ്പോൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്യാലോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ v അറിയാം, v is 1 റൈറ്റ്. അതേപോലെ again നമുക്ക് ഇവിടെ vന്റെ കാട്ടി നമുക്ക് എടുക്കാൻ പറ്റുന്ന ഇക്വേഷൻ q ആണ്. q equal to 1/n a r raised to 2/3 s raised to half. ഈ ഇക്വേഷൻ തന്നെ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് അറിയാത്ത വാല്യൂസ് ഏതൊക്കെയാണ്? n ആണ്. r നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാലോ, a/p വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് അറിയാത്ത ആകെയുള്ള വാല്യൂ പറഞ്ഞ n ആണ്. n ഇവിടെ ചാനലിന് എടുക്കുന്നത് 0.018 ആയിട്ട് എടുക്കാം. ഓക്കെ, 0.018 അല്ലെങ്കിൽ ഒരു കോൺക്രീറ്റ് റഫിൻ്റെ 0.016 ആയിട്ടും എടുക്കാം. അപ്പോൾ അത്തരത്തിൽ n വാല്യൂ നമ്മളിവിടെ ഫിക്സ് ചെയ്യുക. n വാല്യൂ ലെറ്റ് ഇറ്റ് ബി 0.018. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? q വാല്യൂ, ഡിസ്ചാർജ് വാല്യൂ കൊടുത്തിട്ട് നമ്മൾ എത്രയാണ് സ്ലോപ്പ് എന്ന് കണ്ടുപിടിക്കുക. സോ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്ലോപ്പ്, ഞാനവിടെ കാൽക്കുലേഷൻ ചെയ്യുന്നില്ല, ചെയ്ത് കഴിഞ്ഞാൽ സ്ലോപ്പ് നമുക്ക് 1/100 കിട്ടും. ഓക്കെ, ക്യൂ കൊടുക്കുക, 0.065 കൊടുക്കുക. ഏരിയ എങ്ങനെ കൊടുക്കുക? ഏരിയ നമുക്കിവിടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. ഏരിയ ഓഫ് ചാനൽ 0.065 ആണ് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. പി നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? പി വിൽ ബി ഈക്വൽ ടു 2.25 ബി പ്ലസ് 2y 2 × 0.3. ആ രീതിയിൽ പി കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ r equal to a/p എടുക്കാൻ പറ്റും. പിന്നെ അവിടെ അറിയാത്തതാകെ ഉള്ളത് s ആണ്. s കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ സ്ലോപ്പ് ഈസ് 1/100 കിട്ടും. ഓക്കെ, സോ ദിസ് ഈസ് ഹൗ യു ഹാവ് ടു ഡിസൈൻ എ റെക്ടാങ്കുലർ എഫ്ലുവൻറ്റ് ചാനൽ. ഓക്കെ, അപ്പോൾ റെക്ടാങ്കുലർ എഫ്ലുവൻറ്റ് ചാനലിൻ്റെ വിഡ്ത്ത് എത്രയാണ്? വിഡ്ത്ത് 0.0225. ഡെപ്ത് എത്രയാണ്? 0.3 മീറ്റർ. ആൻഡ് സ്ലോപ്പ് എത്രയാണ്? 1/100. സ്ലോപ്പ് ഈസ് 1/100. അപ്പോൾ ഈ രീതിയിൽ എന്ത് ചെയ്യുക? റെക്ടാങ്കുലർ എഫ്ലുവൻറ്റ് ചാനൽ ഡിസൈൻ ചെയ്യാം. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ റേഡിയൽ ലാറ്ററൽസ് ആണ്. എങ്ങനെയാണ് റേഡിയൽ ലാറ്ററൽസ് ഡിസൈൻ ചെയ്യുന്നത് നോക്കാം. ഫുൾ ഇലോബറേറ്റീവായാൽ ഓരോ ചെക്കും ചെയ്തിട്ടുള്ള റേഡിയൽ ലാറ്ററൽ ഡിസൈൻ ചെയ്യുന്നില്ല. ഏറ്റവും മിനിമൈസ് ഫോമിലുള്ള റേഡിയൽ ലാറ്ററൽ ഡിസൈൻ മാത്രമാണ് ഇവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ ലാസ്റ്റ് പോർഷനിലേക്ക് പോവുകയാണ്, ഡിസൈൻ ഓഫ് റേഡിയൽ ലാറ്ററൽസ്. അപ്പോൾ നമ്മൾ റേഡിയൽ ലാറ്ററൽസിനെ എങ്ങനെയാണ് ഡിസൈൻ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ എടുക്കാൻ പോകുന്ന ഓരോ റേഡിയൽ lateralsum ഒരു സെമി സർക്കുലർ ഓപ്പണിംഗ് ആയിട്ടാണ് ഡിസൈൻ ചെയ്യുക. ഓക്കെ, സോ ദ അണ്ടർ ഡ്രെയിൻസ് മേ ബി ലേഡ് സർക്കംഫറൻഷ്യലി അറ്റ് എ സ്ലോപ്പ് ഇൻ 1/40. നേരത്തെ നമ്മൾ പറഞ്ഞു മെയിൻ റെക്ടാങ്കുലർ ട്രഫ് 1/100 ആണ് നമ്മൾ ഡിസൈൻ ചെയ്യാന്ന് പറഞ്ഞു അല്ലേ. ആ റെക്ടാങ്കുലർ ചാനലിലേക്കാണ് ഈ ഓരോ നമ്മുടെ കംപ്ലീറ്റ് ലാറ്ററൽസും ആ റെക്ടാങ്കുലർ ചാനലിലേക്കാണ് വന്ന് ഡ്രെയിൻ ചെയ്യുക. അതിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് എത്രയാണ്? 1/40 ആണ്. ഓക്കെ, അപ്പോൾ 1/40 ആണ്. ഇനി നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ബ്ലോക്സ് വന്ന് സെമി സർക്കുലർ ബ്ലോക്സ് ആണ്. സെമി സർക്കുലർ ബ്ലോക്സ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുക. അപ്പോൾ ഈ സെമി സർക്കുലറിൽ എപ്പോഴും ലെസ് ദാൻ ഹാഫ് ഫുൾ, ഒരു പകുതിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യുള്ളൂ? ഇതിനെ നിറയ്ക്കുള്ളൂ. അപ്പം ആ രീതിയിൽ എപ്പോഴും അതിൻ്റെ താഴേക്ക് വരുന്ന രീതിയിലേക്ക് മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ? ഈ വാട്ടർ ഇതിൻ്റെ അകത്തേക്ക് വരുന്ന രീതിയിൽ നമ്മൾ ഡിസൈൻ ചെയ്യുള്ളൂ. സോ ദിസ് വിൽ ബി ആൾവേസ് റണ്ണിങ് ലെസ് ദാൻ half full. So slope is 1/40. Okay, then ഇവിടെ എടുക്കുന്ന ഈ സെമി സർക്കുലറിൻ്റെ ബ്ലോക്ക് ലെറ്റ് ഇറ്റ് ബി ഓഫ് ഡയമീറ്റർ 10 cm. നമുക്ക് 10 cm ഉള്ളൊരു സെമി സർക്കുലർ ബ്ലോക്ക് എടുക്കാം. ഓക്കെ, ആൻഡ് വി ആർ ഡിസൈനിങ് ഇൻ ടു സോ ദാറ്റ് ഇറ്റ് ഈസ് റണ്ണിങ് ലെസ് ദാൻ ഹാഫ് ഫുൾ. അപ്പോൾ നമ്മളിവിടെ എടുക്കാൻ പോകുന്ന ആ ഡെപ്ത്, let the laterals run at a depth of, നമ്മൾ പറഞ്ഞു ലെസ് ദാൻ ഹാഫ് ഫുൾ ആണ് റൺ ചെയ്യാന്ന് പറഞ്ഞു. സോ വി ക്യാൻ ടേക്ക് ഡിഫറെൻറ്റ് d/d റേഷ്യോ. ഒറിജിനൽ ഡെപ്തിൽ നിന്ന് ഡിഫറെൻറ്റ് d/d റേഷ്യോ എടുക്കാം. നമ്മളിവിടെ എടുക്കാൻ പോകുന്ന d/d റേഷ്യോ 0.3 ആണ്. ഇത് d/d റേഷ്യോ, ആ ഡെപ്ത് എന്ന് പറയുന്നത് ഒരു 0.3 ഡയമീറ്റർ ഓഫ് ദി എൻറ്റയർ സർക്കുലർ ചാനൽ. ഒരു സർക്കുലർ ചാനലിൻ്റെ ലെസ് ദാൻ ഹാഫ് ഫുള്ളേ റൺ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ടോട്ടൽ ഈ ഒരു ഡെപ്ത് എന്ന് പറയുന്നത് let this depth be equal to 0.3 the total depth. അല്ലെങ്കിൽ എന്ത് പറയാം? d/d is equal to 0.3 എന്ന് പറയും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ ഡിസൈൻ ഓഫ് ഹൈഡ്രോളിക് സീവേഴ്സ് ചെയ്യുമ്പോൾ നമ്മളവിടെ പാർഷ്യൽ ഫ്ലോ റണ്ണിങ് ഇൻ പാർഷ്യൽ ഫ്ലോ കണ്ടീഷനിൽ ചെയ്യുമ്പോൾ നമ്മൾ d/d റേഷ്യോസ് a/a റേഷ്യോസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അത്തരത്തിൽ നമുക്ക് ഈസിലി ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് d/d റേഷ്യോ വെച്ചിട്ട് ഓരോ വാല്യൂസ് a/value p values q/q values ഒക്കെ ഈസിലി എടുക്കാൻ വേണ്ടിയിട്ട് either we can prefer its table, ഹൈഡ്രോളിക് എലമെന്റ്സിന്റെ ടേബിൾ പ്രിഫർ ചെയ്യാം, അതല്ലെങ്കിൽ നോമോഗ്രാഫ് പ്രിഫർ ചെയ്യാം. അത്തരത്തിൽ ഞാനിവിടെ ഫസ്റ്റ് മൊഡ്യൂളിലെ ഹൈഡ്രോളിക് സീവറിന്റെ ഡിസൈൻ ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന ടേബിൾസിലെ വാല്യൂ തന്നെയാണ് ഇവിടെ d/d എടുക്കുമ്പോൾ എടുത്തിരിക്കുന്നത്. ഓക്കെ, സോ ഹിയർ I have taken d/d as 0.3, right?
0.3 ആയിട്ട് എടുത്തിരിക്കുന്നു. സോ അതിന് കറസ്പോണ്ടിങ്ങിലി ഉള്ള Q by Q value ആണ് എടുക്കുന്നത്. Okay. So Q by Q value will be equal to 0.0196 where n by n ratio is equal to 1. ഇവിടെ എടുക്കാൻ പോകുന്ന n വാല്യൂ കോൺസ്റ്റന്റ് ആയിട്ട് വേരിയബിൾ അല്ല കോൺസ്റ്റന്റ് വാല്യൂ ആയിട്ടാണ് എടുക്കുന്നത്. കാരണം ത്രൂ ഔട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ സെയിം ആണ്. സോ ദ റഫ്നെസ് കോഎഫിഷ്യന്റ് വിൽ ബി ഓൾസോ സെയിം. സോ Q by Q ratio I will take it as 0.0196. That means small q by capital Q will be equal to 0.196 for d by d equal to 0.3. അല്ലെങ്കിൽ എനിക്ക് എന്ത് പറയാം, Q is equal to 0.196 capital Q. Q is equal to 0.196 capital Q. എടുത്തൂടെ? ഇനി അതേപോലെ A by A ratio എടുക്കുകയാണെങ്കിൽ A by A ratio will be equal to നമുക്ക് എത്രയാണ് 0.252, right? 0.252. So this is equal to 0.252 or I can say small area. ഇതിന്റെ ഏരിയ എന്ന് പറയുന്നത് എത്രയായിരിക്കും? That will be equal to 0.25 times the total area. 0.25 times the total area. Now using this details നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് D കാൽക്കുലേറ്റ് ചെയ്യണം. ക്യാപിറ്റൽ D, അതായത് സെമി സർക്കുലർ ബ്ലോക്ക്, ഈ സെമി സർക്കുലർ ബ്ലോക്കിന്റെ ഡയമീറ്റർ എത്രയാണ്, ക്യാപിറ്റൽ D എത്രയാണെന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ Q by Q ഉം A by A വാല്യൂ എടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് let us calculate what is the just permissible velocity or rough check കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി we will go for the calculation Q by A. This Q by A will be equal to 0.916 divided by 0.252. This should be greater than or equal to 0.75 meter per second. അത് നമുക്ക് എന്തായാലും 0.75 meter per second നെക്കാട്ടി കൂടുതൽ ഉണ്ടാവും. ഏകദേശം 0.77 meter per second ഉണ്ടാവും. Okay, so the check is fine. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, ഈ ഡയമീറ്റർ കണ്ടുപിടിക്കാൻ പോവാണ്. ഈ ഡയമീറ്റർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് one detail what we need is this detail. Okay, Q by Q is equal to 0.196. The other detail what we need is A by A is equal to 0.252. ഇനി നമുക്ക് ഒരു ഡീറ്റെയിലും കൂടി വേണം, R by R. R by R എന്ന് പറയുമ്പോൾ ഈ ഒരു കോളം, ഫോർത്ത് കോളം ആണ് കേട്ടോ R by R. ഞാനിവിടെ വീണ്ടും സ്ക്രോൾ ചെയ്യുന്നില്ല. 4 by R, R by R equal to 0.684 ആണ്. സോ R by R equal to 0.684. ഓക്കെ, ഇത്രയും ഡീറ്റെയിൽസ് വെച്ചിട്ട് ഇനി നമ്മൾ വീണ്ടും മാനിങ്സ് ഫോർമുലയിലേക്ക് പോവാണ്. മാനിങ്സ് ഫോർമുലയുടെ ഇക്വേഷൻ നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് ഏതെടുക്കാം, v equal to 1 by n r raised to 2 by 3 s raised to half. ആ സെയിം ഇക്വേഷൻ തന്നെ ഇവിടെ ഇതേപോലെ പാർഷ്യൽ ഫ്ലോന്റെ ഇക്വേഷൻ ആയിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കാം. സോ ഇവിടെ എടുക്കുന്ന ഇക്വേഷൻ മാനിങ്സ് ഇക്വേഷനിൽ Q equal to 1 by n a r raised to 2 by 3 into s raised to half ആണ് എടുക്കുന്നത്. അപ്പോൾ അതേ ഇക്വേഷൻ തന്നെ നമ്മൾ Q by Q റേഞ്ചിലേക്ക് മാറ്റുമ്പോൾ എന്ത് സംഭവിക്കും? 1 by n ഉം 1 by n ഉം ക്യാൻസൽ ആവും. s raised to half ഉം s raised to half ഉം ക്യാൻസൽ ആവും. സോ അന്ന് സെയിം സ്ലോപ്പ് സെയിം റഫ്നെസ് കോഎഫിഷ്യന്റ് കൊടുക്കും. നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ ഇതായിരിക്കും, Q by Q equal to a by a into r by r raised to 2 by 3. അപ്പോൾ Q by Q ന് പകരം ഞാൻ Q by A എടുക്കുവാണ്. So let it be Q by A will be equal to capital Q by A into R by R raised to 2 by 3. ഓക്കെ, ഈ വാല്യൂസ് ഒക്കെ എനിക്കറിയാം. Q by K എത്രയാണ്? 0.077 ആണെന്ന് അറിയാം. This is equal to Q by A into R raised to 2 by 3 എത്രയാണ്? R by R 0.684 raised to 2 by 3 ആണ് അറിയാം. ഓക്കെ, so from this I will get a value for Q by A, right? എനിക്ക് Q by A ക്ക് വാല്യൂ കിട്ടും. അതിൽ നിന്ന് what is Q by A എന്ന് പറയുന്നത് എന്താണ്? ശരിക്കും വെലോസിറ്റി ആണ്. അപ്പോൾ വെലോസിറ്റിക്കുള്ള ഒരു വാല്യൂ കിട്ടും. അപ്പോൾ വെലോസിറ്റിയുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇതേ സാധനം എന്ത് ചെയ്യാം, 1 by n r raised to 2 by 3 s raised to half എന്ന് കൊടുക്കാം അല്ലേ? s raised to half ആണ് ഈ കിട്ടുന്ന വാല്യൂ. ഞാൻ ആ വാല്യൂ ഇവിടെ എഴുതുന്നില്ല, ഫൈനൽ വാല്യൂ മാത്രമേ എഴുതുന്നുള്ളൂ. അപ്പോൾ എഗെയിൻ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുമ്പോൾ 1 by 0.018 into r raised to 2 by 3. r raised to 2 by 3 പകരം എന്ത് ചെയ്യാം, നമ്മൾ ബെസ്റ്റ് എക്കണോമിക്കൽ സെക്ഷൻ d by 4 എടുക്കുക, ഡെപ്ത് by 4. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ മുന്നേ പഠിച്ചിട്ടുള്ളതാണ്. ഡിവൈഡ് raised to 2 by 3. s എത്ര കൊടുക്കാം? ലാറ്ററൽസിന്റെ ഡിസൈനിന്റെ സ്ലോപ്പ് എത്ര? 1 by 40 കൊടുത്തിട്ടുണ്ട്. 1 by 40 is equal to ഈ വാല്യൂ, ഈ Q by വാല്യൂ എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വാല്യൂ. ഓക്കെ, അപ്പോൾ ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് D വാല്യൂ മാത്രമേ അറിയാത്തുള്ളൂ. D വാല്യൂ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 0.15 മീറ്റർ കിട്ടും. സോ യു വിൽ ഗെറ്റ് എ ഡിസൈൻ ഡയമീറ്റർ ഓഫ് സെമി സർക്കുലർ ഡ്രെയിൻ. നമ്മൾ കൊടുക്കുന്ന സെമി സർക്കുലറിന്റെ ഡ്രെയിനിന്റെ ഡയമീറ്റർ എത്ര കിട്ടും? 0.15 മീറ്റർ കിട്ടും. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡ്രെയിൻ ഡയമീറ്റർ വെച്ചിട്ട് ഒരു സർക്കുലർ സീവർ ആണ് സെമി സർക്കുലർ ടൈപ്പിലാണ് നമ്മൾ കൊടുക്കുക. ആ സർക്കുലർ സീവറിന്റെ ഡയമീറ്റർ എത്രയാണ്? 0.15 മീറ്റർ ആണ്. അപ്പോൾ ആ സർക്കുലർ സീവറിലൂടെ പോകുന്ന ഡിസ്ചാർജ് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. സോ ഡിസ്ചാർജ് വിൽ ബി ഈക്വൽ ടു Q വിൽ ബി ഈക്വൽ ടു 1 by n. Okay, 1 by n a r raised to 2 by 3 s raised to half.
അപ്പോൾ ഇവിടെ ഡീറ്റെയിൽസിൽ കൊടുക്കുമ്പോൾ എ എത്ര കൊടുക്കണം, പൈ ബൈ 4 ഡി സ്ക്വയർ. എ ഈസ് ഈക്വൽ ടു പൈ ബൈ 4 ഇൻറ്റു 0.15 സ്ക്വയർ കൊടുക്കണം. ഓക്കെ, എ ഈക്വൽ ടു പൈ ബൈ 4 ഡി സ്ക്വയർ കൊടുക്കണം. ഓക്കെ, ആർ എത്ര കൊടുക്കണം, ആർ ഈക്വൽ ടു ഡി ബൈ 4, ആർ ഈക്വൽ ടു ഡി ബൈ 4 ദറ്റ് ഈസ് ഈക്വൽ ടു 0.15 ഡിവൈഡഡ് ബൈ 4. എസ് എത്ര കൊടുക്കണം, എസ് ഈസ് സ്ലോപ്പ് ഇൻ 1 in 40. ഓക്കെ, സോ എസ് ഈസ് ഈക്വൽ ടു 1 in 40 കൊടുക്കാം. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഡിസ്ചാർജ് കിട്ടും. ഡിസ്ചാർജ് വിൽ ബി ഈക്വൽ ടു 0.991 കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഡിസ്ചാർജ് ഈക്വൽ ടു 0.991 എന്നറിയാം. നേരത്തെ നമ്മൾ ക്യൂ ബൈ ക്യൂ എത്രയാണെന്ന് എടുത്തിട്ടുണ്ട്. ക്യൂ ബൈ ക്യൂ വിൽ ബി ഈക്വൽ ടു, നമ്മൾ എടുത്തിരിക്കുന്ന ക്യൂ ബൈ ക്യൂ റേഷ്യോ എന്ന് പറയുന്നത് ക്യൂ ബൈ ക്യൂ വിൽ ബി ഈക്വൽ ടു 0.196 എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ലാറ്ററിൻ്റെ അകത്ത് വരുന്ന സിംഗിൾ ഡിസ്ചാർജ് എത്രയാണെന്ന് നമുക്ക് എടുക്കാൻ പറ്റും. സോ സ്മോൾ ക്യൂ വിൽ ബി ഈക്വൽ ടു 0.196 ക്യൂ ആയിട്ട് എടുക്കാം. ഓക്കെ, അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യുക. സോറി, ഇവിടെ ഈ കാൽക്കുലേറ്റ് ചെയ്ത ഈ വാല്യൂ തെറ്റാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് കാൽക്കുലേറ്റ് ചെയ്യുക, റീകാൽക്കുലേറ്റ് ചെയ്യുക നിങ്ങൾ. 1 by 0.018 ഇൻറ്റു പൈ ബൈ 4 ഡി സ്ക്വയർ. ഓക്കെ, ഡി എത്രയാണ് നമ്മളിവിടെ കൊടുക്കുന്നത്, 0.1 സ്ക്വയർ. എന്നിട്ട് ഡി ബൈ 4 ആർ റേസ് ടു 2/3 കൊടുക്കുക. അതിനുശേഷം എസ് റേസ് ടു ഹാഫ് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല, കാൽക്കുലേറ്റ് ചെയ്ത വാല്യൂ തെറ്റായതുകൊണ്ട് തന്നെ ഇവിടെ കാണിക്കുന്നില്ല നിങ്ങൾക്ക് വാല്യൂ. ജസ്റ്റ് ചെയ്ത് നോക്കിയിട്ടൊന്ന് അറിയിക്കുക. അതിനുശേഷം ഈ കിട്ടിയ വാല്യൂവിന് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, സ്മോൾ ക്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. സ്മോൾ ക്യൂ കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് സ്മോൾ ക്യൂവും കിട്ടും. ദെൻ ബേസ്ഡ് ഓൺ ദിസ് ഞാനിപ്പോൾ ഇവിടെ വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല, കാൽക്കുലേഷൻ ചെയ്ത വാല്യൂ തെറ്റായതുകൊണ്ട് അത് വെച്ചിട്ട് നമുക്ക് നമ്പർ ഓഫ് ലാറ്ററൽസും കൂടി ഡിസൈഡ് ചെയ്യുക. എത്ര ലാറ്ററൽസ് കൊടുക്കണം നമുക്ക് അറിയണം. കാരണം ഇതാണ് ടോട്ടൽ ഡിസ്ചാർജ് വരുന്നത്. ഒരു ഈച്ച് ലാറ്ററൽ കൂടെ വരുന്ന ഡിസ്ചാർജ് ഇതായതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമ്പർ ഓഫ് ലാറ്ററൽസും കൂടി നമുക്ക് എടുക്കാനുണ്ട്. സോ നമ്പർ ഓഫ് ലാറ്ററൽസ് എടുക്കണമെങ്കിൽ നമ്മൾ പീക്ക് ഫ്ലോ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് 0.065 ആണ്. ആ പീക്ക് ഫ്ലോ ആണ് ടോട്ടൽ വരുന്ന ഫ്ലോ ഡിവൈഡഡ് ബൈ ഈ കിട്ടുന്ന സ്മോൾ ക്യൂ വാല്യൂ എത്രയാണോ അത്. സോ ദാറ്റ് വിൽ ഗിവ് യു ദി ടോട്ടൽ നമ്പർ ഓഫ് ലാറ്ററൽസ്. അത് എത്രയാണ്, എബവ് 50 എബവ് റേഞ്ചിലേക്ക് നമുക്ക് ആ ടോട്ടൽ ലാറ്ററൽസ് വരും. അപ്പോൾ അതൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ക്യൂ വെച്ചിട്ട് നമ്മൾ ടോട്ടൽ ഡിസ്ചാർജ്, അതായത് ഈ സെമി സർക്കുലർ ചാനലിൻ്റെ സർക്കുലർ ഡയമീറ്റർ ആണെങ്കിൽ ഫുൾ ഡി ആണെങ്കിൽ വാട്ട് വിൽ ദ ഡിസ്ചാർജ്, നമ്മളത് ലെസ് ദാൻ ഹാഫ് ഫുള്ളാണ് റൺ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ വാട്ട് വിൽ ബി ദ ഡിസ്ചാർജ്, പാർഷ്യൽ ഫ്ലോ ആണ്, 0.3 ഡിയിൽ ഇത് ഫ്ലോ ചെയ്യുള്ളൂ. ടോട്ടലി ഫ്ലോ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതാണ് ഡിസ്ചാർജ്. പാർഷ്യലി ഫ്ലോ ചെയ്യുന്നതുകൊണ്ട് സ്മോൾ ക്യൂ ആണ് എടുക്കുന്നത്. ഇതിന്റെ 0.196 ക്യൂ ആണ് എടുക്കുന്നത്. ഈ 0.196 എവിടെ നിന്നാണ് കിട്ടിയത്, നമുക്ക് ടേബിളിൽ നിന്നാണ് കിട്ടിയത്. ഓക്കെ, അപ്പോൾ ഒരു ലാറ്ററലിൽ വരുന്നത് 0.196 ക്യൂ ഡിസ്ചാർജ് ആണ്. അപ്പോൾ ഒരു ലാറ്ററലിൽ ഇത്രയാണ് ഡിസ്ചാർജ് വരുന്നത്. നമുക്ക് ഈ പീക്ക് ഫ്ലോ കംപ്ലീറ്റ്ലി കളക്ട് ചെയ്യാൻ വേണ്ടി എത്ര ലാറ്ററൽസ് വേണ്ടി വരും. സോ പീക്ക് ഫ്ലോ ഡിവൈഡഡ് ബൈ ഫ്ലോ ത്രൂ ഈച്ച് ലാറ്ററൽ, അത് വെച്ചിട്ട് നമ്പർ ഓഫ് ലാറ്ററൽസ് കണ്ടുപിടിക്കുക. അപ്പോൾ ലാസ്റ്റ് പോർഷൻ കറക്റ്റായിട്ട് വിത്ത് വാല്യൂ ഇവിടെ പറഞ്ഞിട്ടില്ല, എങ്കിലും ആ മെത്തേഡ് ഒന്നും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഒന്ന് ചെയ്ത് നോക്കുക. ഇനി ഇവിടെ ചെയ്യാനുള്ളത് ചെക്ക് ഓഫ് വെലോസിറ്റിയും കൂടിയാണ്. ചെക്ക് ഓഫ് വെലോസിറ്റി ഷുഡ് ബി ഓൾവേസ് ഗ്രേറ്റർ ദാൻ 0.75 ആണ്. അതും കൂടി വേണമെങ്കിൽ ഇവിടെ ചെയ്യാം, പക്ഷെ ഞാൻ അത് ഇവിടെ ചെയ്യുന്നില്ല. നമുക്ക് ഇവിടെ വെച്ചിട്ട് ഈ ഡിസൈൻ എന്ത് ചെയ്യാം, വൈൻഡപ്പ് ചെയ്യാം.